അത്രേ കാരുണ്യം ഈ സമൂഹത്തോട് പ്രകടമാക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരും ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുക. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുക. ദൈവശക്തിയാണ് ഈ ദേവാലയത്തിൽ വെളിപ്പെടുന്നത്. ദൈവശക്തി ദൈവമക്കളിൽ അനുദിന ശുശ്രൂഷയിലൂടെ വെളിപ്പെടുകയും അതിനുവേണ്ടി നന്ദി പറയേണ്ട. കാരുണ്യത്തിനായിട്ട് യാചിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാനായിട്ട്. ക്യാൻസർ രോഗിയായ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിച്ച് ബ്രദർ പ്രാർത്ഥിക്കണം, ശരീരത്തിലെ ക്യാൻസർ വെളിപ്പെട്ടിരിക്കുക, അതുകൊണ്ട് ഹീമോയിലേക്ക് കടന്നു പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വന്നൊരു 3 ആഴ്ച വന്ന് കൂടിയിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. ഈ ആലയത്തിലുണ്ടെന്ന് തോന്നുന്നു ആ വ്യക്തി. അപ്പോൾ ഇവിടെ പിന്നീട് 3 ആഴ്ചക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും പോയി പരിശോധിക്കുമ്പോൾ ശരീരത്തിൽ ക്യാൻസർ രോഗമില്ല. പരിപൂർണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുക. തന്റെ കാരുണ്യം തന്റെ ജനത്തിന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് തന്റെ സാന്നിധ്യത്തെ നമുക്ക് ഊട്ടിയുറപ്പിച്ചു തരിക. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കടന്നു വരുന്നത് പോലെ തമ്പുരാന്റെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരവധിയായ അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരികയും. ഒരു സഹോദരൻ പറഞ്ഞു, വസ്തു വിൽക്കാതെ ഒരു വഴിയില്ല. ഇനി ആഴ്ചകളോളം മാസങ്ങളോളം കർത്താവിന്റെ തിരുസന്നിധി വന്ന് വചനം കേട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രശ്നം പൊടുന്നനവേ എടുത്തു മാറ്റപ്പെടുകയും വെള്ളിയാഴ്ച കൂടി ശനി കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ഇടപാടുകളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും പെട്ടെന്നൊരു വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ സ്ഥലം നല്ല വിലയ്ക്ക് പർച്ചേസ് ചെയ്തു. പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയും ജീവിത പ്രശ്നങ്ങളിലേക്ക് തമ്പുരാൻ ഇറങ്ങി വരുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കും. 38 വർഷക്കാലം ബെത്സീദ കുളക്കരയിൽ തമ്പുരാന്റെ കാരുണ്യം ആരെങ്കിലും തന്നെ എടുത്ത് ഈ കുളത്തിലേക്ക്, കുളം ഇളകുമ്പോൾ എടുത്ത് കടത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ. ആ കുളത്തിനുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുളക്കരയിൽ കടക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം രോഗിയായ ആ മകന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ജീവനുള്ള ദൈവം, രക്ഷിക്കുവാൻ സന്നദ്ധനായ ദൈവം വലിയ കാരുണ്യത്തോടെ അവന്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നീ പോകുക. 38 വർഷക്കാലം പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരുന്ന ദൈവവൈതലിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അതേ യേശുക്രിസ്തു തന്നെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിനുള്ളിൽ ഈ സക്രാരിക്കുള്ളിൽ അവിടുന്ന് വസിക്കുക. പ്രതീക്ഷയോടെ കടന്നുവരുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് അവിടുന്ന് പരിപൂർണനായിട്ട് വെളിപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ശക്തനായ ദൈവം ശക്തി തരികയെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ശക്തനായ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈശോയെന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാം രക്ഷ പ്രാപിക്കും. വചനം നമ്മുടെ ശരീരത്തില്, നാവില് വെളിപ്പെടുമ്പോൾ സൗഖ്യം നമ്മുടെ ശരീരത്തില്, ആത്മാവില്, ജീവനില്, നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ദൈവശക്തി നമ്മളില് എല്ലാ പ്രവൃത്തികളിലും ദൈവസാന്നിധ്യം വെളിപ്പെടുകയും. ഹൃദയ തുറന്നൊരു വിളി ഈശോയെ എന്നൊന്ന് വിളിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും. ഇവിടെ കാര്യസാധ്യത്തിലേക്ക് നോക്കിയിരുന്ന കാര്യസാധിക്കാൻ വേണ്ടി ഇരിക്കുമ്പം തമ്പുരാനെ കാണാൻ പറ്റൂല. എന്നൊരു സഹോദരി പറഞ്ഞ പോലെ രാവിലെ ബ്രദറെ പ്രാർത്ഥിക്കണം. തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞ്, അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രസ്റ്റിലെ ക്യാൻസർ വെളിപ്പെടുന്നു. വളരെ നിരാശാജനകമായ ജീവിതം. ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞ് തളർവാദ രോഗിയാണ്. ഏകദേശം 10-16 വർഷം വളർത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ ജീവിതത്തില് കഷ്ടത വീണ്ടും വെളിപ്പെടുകയാണ്. എന്തിനുവേണ്ടി ഇങ്ങനെയുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനു വേണ്ടിയാ? ദൈവത്തിന്റെ മുഖം ഒന്ന് ദർശിക്കുവാൻ വേണ്ടിയിട്ടാ. കഷ്ടത കടന്നു വരുന്ന ദൈവത്തെ ഒന്ന് കാണുവാനാ. സൗഖ്യം പകർന്നു തരുന്ന, സഹനത്തിന്റെ മധ്യത്തിലും സ്നേഹം പകർന്നു തരുന്ന, സമാധാനം പകർന്നു തരുന്ന തമ്പുരാനെ
ഒന്ന് ദർശിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് കഷ്ടതയും ക്ലേശവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. നമ്മുടെ ജീവിതത്തിലുള്ള സഹനമൊക്കെ ഒന്ന് മാറ്റപ്പെടട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗെത്സമനിയിലെ ആ വലിയ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ 39 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഇവിടെ പരീക്ഷയിൽ ഉൾപ്പെടുന്നെങ്കിൽ ഇങ്ങനെയുള്ള സഹനത്തിന്റെ മധ്യത്തിലൂടെ, വേദനയുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുന്ന എപ്പോഴാണെന്നറിയുമോ? നമുക്ക് പരീക്ഷ ഉണ്ടാകും. ഈ സൗഖ്യം തരാനായിട്ട് ദൈവം ഇല്ലേ, എന്റെ വേദന ഏറ്റെടുക്കുവാൻ ദൈവമില്ലേ എന്നുള്ള ഒരു അവിശ്വാസത്തിലേക്ക് പോവുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു, ഒരു അവിശ്വാസത്തിലേക്ക് കടന്നു. ദൈവം ഇല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നാം കടന്നു പോവുകയാണ്. ദൈവം ഇല്ലേ, എന്റെ ഈ വേദനയും എന്റെ നിലവിളിയും എന്റെ ഈ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കുവാൻ ദൈവം ഭൂമിയിൽ ഇല്ലേ എന്ന് മനസ്സിലോട്ട് കടന്നു വരുമ്പോ പിന്നെ ആ വ്യക്തി നിരാശയിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇതൊരു പരീക്ഷയാണ്. ഈ പ്രലോഭനം ഒരു പരീക്ഷയാണ്. ദൈവം ഉണ്ടോ? ഇത്രയും കാലഘട്ടം 16 വർഷക്കാലം ഈ തളർന്നു കിടക്കുന്ന ഈ കുഞ്ഞിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ തന്ന് എന്നെ വീണ്ടും പീഡിപ്പിക്കുന്നത് ആരാ? ദൈവം ഇത്രമാത്രം ക്രൂരനാണോ എന്നുള്ള ആ മനോഭാവത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തിനാ സകലം? എന്തിനാ? തമ്പുരാന്റെ മുഖം ഒന്ന് ദർശിക്കുവാൻ വേണ്ടിയിട്ടാ. പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന മക്കള്, അവരുടെ ജീവിതം ഒത്തിരിയേറെ സഹനം കടന്നു വരും. ഈ സഹനം കടന്നു വരുമ്പോ അവർക്കൊരു വിശ്വാസമുണ്ട്, ഈ സഹനത്തിന് അപ്പുറത്ത് ദൈവം വലിയൊരു അനുഗ്രഹം തരുമെന്നുള്ള. ഞങ്ങൾക്ക് ഓരോ സഹനം വരുമ്പോ അച്ഛന്മാരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർ പറയും, മക്കളെ സന്തോഷത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു, ഈ സഹനത്തിനപ്പുറത്ത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കുണ്ടാകുന്ന ആത്മധൈര്യം എന്താ? ഇതിനപ്പുറത്തുള്ള ഈ വലിയ കാരുണ്യം, ഈ വലിയ സ്നേഹം, ഈ വലിയ അഭിഷേകം, ഈ വലിയ അനുഗ്രഹം നേടിയെടുക്കുവാനുള്ള തീക്ഷ്ണതയോടും വ്യഗ്രതയോടുള്ള പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഹനം ഇല്ലായ്മ ചെയ്യപ്പെടുകയും ഈ സഹനത്തിനപ്പുറത്തുള്ള ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സഹനം വരുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് പോയാൽ പരീക്ഷണങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുക. നിരാശ എന്ന ദുഷ്ടപിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടി ജീവിത അവസാനം വരെ നമ്മളെ എങ്ങനെ കൊണ്ടുപോകും? നിരാശയിലേക്ക് കൊണ്ടുപോവുകയും. നിരാശയിൽ അകപ്പെട്ടു പോയ പ്രശ്നമായി. ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? അതുകൊണ്ട് യേശുക്രിസ്തു ഗെത്സമൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ, പരീക്ഷകളെ അതിജീവിക്കുവാൻ അവിടുന്ന് ശക്തി നേടിത്തരുകയാണ്. ഗെത്സമൻ തോട്ടത്തില് അവൻ നമുക്ക് വേണ്ടി ശക്തി ആർജിക്കുക. എങ്ങനെയാണ് ഒരു ദൈവവൈതല് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ശക്തി ആർജിക്കേണ്ടതെന്നും അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് എന്താ ചെയ്ത? ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. വലിയൊരു കാര്യമോ? ഒരു കല്ലേറ് ദൂരെ മാറിയിരുന്ന്. കുടുംബത്തിൽ വലിയ പ്രശ്നം വരുമ്പോ ആ കുടുംബത്തിലെ ഒരു വ്യക്തി ആ കുടുംബത്തിൽ നിന്ന് അകന്നു വേറിട്ട് പോയി ഒരു ധ്യാന സെന്ററിൽ ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ആർജിച്ചെടുക്കുമ്പോൾ ആ പ്രലോഭകൻ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. ചിലരുടെ സാക്ഷ്യത്തിനും ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം നീങ്ങിപ്പോയെന്ന് സാക്ഷ്യപ്പെടും. കാരണം ഒരു കല്ലേറ് ദൂരെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന്, സഹനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറി ക്രിസ്തുവിനോട്, വചനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശുശ്രൂഷിക്കുവാൻ അവിടുന്ന് ദൈവം ദൂതനെ അയച്ചപ്പോ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സാത്താൻ ആ കുടുംബത്തിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോയെന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഗെത്സമൻ പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രകാരമാണ്. ധ്യാനിക്കാൻ പറയുമ്പോ ധ്യാനിക്കാനായിട്ട് പറ്റത്തില്ല, സമയമില്ല.
സമയമില്ല. ആദ്യം കർത്താവ് ഇതൊന്നും ധ്യാനിക്കും, വചനം കേൾക്കാൻ വരാവോ? ദൈവം ചോദിക്കുന്ന എന്റെ വചനത്തെ, എന്റെ സ്വരത്തെ ഒന്ന് കേൾക്കുവാൻ, ഈ 5 ദിവസക്കാലം തമ്പുരാന്റെ സന്നദ്ധയിൽ വചനം ഒന്ന് കേൾക്കുവാനായിട്ട് മകളെ, മകനെ, നീ ഒന്ന് വരാവോ എന്ന് ചോദിക്കുമ്പോൾ ജീവിത വ്യഗ്രതയിലേക്ക് നോക്കിക്കൊണ്ട് സമയമില്ല എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ കടന്നുപോയവര് ജയിലറകളിലേക്ക് കടന്നു പോകുന്ന നിമിഷങ്ങളും ജീവിതത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സമയമില്ല, ജീവിതത്തിന്റെ തിരക്കിലൂടെ കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കടന്നു പോകാൻ സാധിക്കാത്ത വ്യക്തി ജയിലറകളില് 4-5 ഒക്കെ ദിവസങ്ങൾ തങ്ങിയവരുണ്ട്. സമയമില്ല, അവിടെ കിടക്കാൻ സമയമുണ്ട്, തമ്പുരാന്റെ വചനം കേൾക്കാനോ സമയമില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തരികയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ ഗെത്സമനിയിലെ പ്രാർത്ഥനയിൽ വലിയൊരു കാര്യം പറയുന്നുണ്ട്. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതമാണ് നിറവേറേണ്ടത്. എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഈ മനുഷ്യന്റെ മുഴുവനും പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കപ്പെടും. ഒരവയവം പോലും ഇല്ല, മനുഷ്യൻ പാപം ചെയ്യാൻ ഉപയോഗിക്കാത്ത ഒരവയവം പോലും ഇല്ല. എല്ലാ അവയവങ്ങൾ കൊണ്ടും ഇവർ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ പാപത്തെ ഏറ്റെടുക്കണമെങ്കിൽ ആ അവയവങ്ങളെല്ലാം മുറിക്കപ്പെടണം. ലോകം മുഴുവനും ചെയ്തു കൂട്ടിയ പാപങ്ങളെ മിശിഹ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോൾ മുറിയപ്പെടാത്തൊരിടം പോലുമില്ല. അസ്ഥികൾ കാണുവാൻ തക്ക രീതിയിൽ ആഴമായ പാപങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാപം ചെയ്ത ഓരോ ദൈവത്തിന്റെയും പാപം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അസ്ഥികളെല്ലാം എണ്ണാവുന്ന വിധത്തിലായി എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അവിടുത്തെ അസ്ഥികൾ ഓരോന്നും എണ്ണാവുന്ന വിധത്തിലായത് ആഴമേറിയ പാപത്തിന്റെ മ്ലേച്ഛതകളിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയപ്പോൾ, ദൈവത്തിന്റെ മക്കൾ കടന്നുപോയപ്പോൾ അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും ഇല്ല. മിശിഹ ഈ പാപങ്ങളെ ഏറ്റെടുക്കുമ്പോൾ തന്റെ ശരീരത്തിലുണ്ടാകുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈശോ പിതാവിനോട് ചോദിക്കുക, പിതാവേ, ഇതൊന്ന് മാറ്റിത്തരാവോ എന്ന് ചോദിക്കുക. ഇത്രമാത്രം വേദനയുടെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വഴികളിലൂടെ കടന്നു പോകുവാൻ എന്റെ ശരീരത്തിന് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഇതൊന്ന് മാറ്റിത്തരാവോ? പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാപത്തെ ഏറ്റെടുക്കുവാൻ, എന്റെയും നിങ്ങളുടെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷ നേടിത്തരുവാൻ സന്നദ്ധനായ തമ്പുരാനെയാണ്, യേശുവിനെയാണ് ഗെത്സമൻ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ യേശുവിനെ ഒന്ന് കരമുയർത്തി, ഒന്ന് സ്വരമുയർത്തി, ഒന്ന് സ്തുതിച്ച്, ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ! ശക്തമായിട്ട് സ്തുതിക്കാമോ? കണ്ണുകളടച്ച് ഗെത്സമൻ തോട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം യേശുനാഥൻ എന്റെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുക. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ സകല പാപങ്ങളെയും ഈശോ കണ്ടപ്പോൾ ഇതെല്ലാം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും ഇല്ല. തമ്പുരാനെ, ചതവുകളും മുറിപ്പാടുകളും രക്തമൊലിക്കുന്ന മുറിപ്പാടുകളും, കർത്താവേ, ഇത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പിതാവേ, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം വിട്ടുകൊടുത്ത മിശിഹായുടെ അനന്തമായ സ്നേഹമാണ് മക്കളെ പരിശുദ്ധ കുർബാന. എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അപ്പത്തിൽ വന്നുകൊണ്ട്, അപ്പത്തിൽ ആവസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് പാപത്തെ ഒപ്പിയെടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ആ മിശിഹായെ ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പ്രിയപ്പെട്ടവർ, ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. പാപത്തെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് യേശുക്രിസ്തു പിതാവിൽ നിന്ന് നേടിയെടുത്തത്. പിതാവിനോട് പ്രാർത്ഥിക്കുക. എവിടുന്ന് പ്രാർത്ഥിക്കുക? പിതാവേ, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടുമേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ തന്നെ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണതയാൽ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. ഇതിനെ
ഈ സഹനത്തെ, ഈ വേദനകളെ, ഈ രോഗങ്ങളെ, ഈ തകർച്ചകളെ എല്ലാം ഏറ്റെടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാൻ കൂടുതൽ തീക്ഷ്ണതയോടെ ഗത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപത്തെയും ശാപത്തെയും പൈശാചിക ബന്ധനങ്ങളെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് നിത്യജീവൻ അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്തു. അവിടുന്ന് ജീവൻ നൽകുകയാണ്. പാപജീവൻ എന്ന് സംഭവിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെടും. പ്രലോഭനത്തിൽ അകപ്പെടുമ്പോ ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും, കുറഞ്ഞു പോവുക, ചാരം മൂടിക്കിടക്കുക. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് ജലം വീഴുന്നത് പോലെ, ഒരു തീക്കട്ടയിലേക്ക് ജലം വീഴുന്നത് പോലെ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് പാപം കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിലുള്ള ദൈവിക ശക്തിക്ക് കുറവ് സംഭവിക്കുക. സാംസൺ പാപം ചെയ്തപ്പോ എന്ത് സംഭവിച്ചേ? ദൈവശക്തി കുറഞ്ഞുപോയി. വീണ്ടും സാംസൺ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീ എനിക്ക് ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കും. ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശക്തി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രലോഭനത്തെ സാംസൺ അതിജീവിക്കാനായിട്ട് സാധിച്ചില്ല. ആ പ്രലോഭനത്തില് അകപ്പെട്ടു പോയ സാംസന്റെ ശക്തി ചോർന്നു പോവുക. എല്ലാ രഹസ്യങ്ങളും അവൻ ആ സ്ത്രീയുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ആ വലിയ സാന്നിധ്യത്തിന്റെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അഭിഷേകം പോകും, കൃപ ചോർന്നു പോവുകയും. എനിക്ക് നിങ്ങൾക്കും കിട്ടേണ്ടത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി. ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ ശക്തി കിട്ടുമ്പോൾ, ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ ശുശ്രൂഷിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് ശക്തി തരികയാണ്. പാപത്തെ പരാജയപ്പെടുത്തുമ്പോഴാണ് സർപ്പം ചെന്നല്ലെങ്കിൽ തിന്മ ചെന്ന് അന്ധകാരം ചെന്ന് ഈശോട് പറയും, നിനക്കിതൊന്നും സാധിക്കാൻ പോകുന്നില്ല. പിതാവ് പലതും പറഞ്ഞു വിടും, പക്ഷെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും സാധിക്കില്ല. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് നീ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല എന്ന് പിശാച് പ്രലോഭനം കൊടുക്കുമ്പോ അതിനെ അതിജീവിക്കുവാൻ പിതാവിന്റെ വാക്കുകളെ ആശ്രയിച്ചപ്പോൾ ആ വാക്കുകള് വീണ്ടും ജീവിതത്തിലേക്ക് വചനമായിട്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൂതൻ വന്ന് യേശുവിനെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവ സാന്നിധ്യം കടന്നു വരിക. പ്രലോഭനത്തെ അതിജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക്, സ്വർഗ സാന്നിധ്യം, ശക്തി, ദൂതൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ വലിയ തിരിച്ചറിവാണ് നമുക്കുണ്ടാക്കേണ്ടത്. പാപത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാകുന്ന ഒരു മനോഭാവം. ഇത് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ സകല പാപത്തെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന മണിക്കൂറുകളാണ്. ഇവിടെ ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷയിൽ വന്നിരുന്ന് കരഞ്ഞ് ബ്രദറെ പ്രാർത്ഥിക്കണം, എനിക്ക് വിദേശ രാജ്യത്ത് ഒന്ന് പോകാൻ പറ്റണം, എൻ്റെ ജീവിതം രക്ഷപ്പെടും, എൻ്റെ കുടുംബം എല്ലാം രക്ഷപ്പെടും. നമുക്ക് കേൾക്കുമ്പോൾ എന്നാ തോന്നുന്നു? വളരെ ദയനീയാവസ്ഥ തോന്നും. ദൈവമേ, ഈ കുട്ടി ഇത്ര നല്ല ഹൃദയമുള്ള ഈ കുട്ടിയെ സഹായിക്കണേ. നമ്മൾ മിക്കവാറും പ്രാർത്ഥിച്ചു, അറിയാതെ പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട അവളും പ്രാർത്ഥിച്ചു, അവിടെ കണ്ണുനീരും തമ്പുരാൻ കണ്ടു. പക്ഷെ തമ്പുരാനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഞാൻ ആദ്യത്തെ ശമ്പളം സമർപ്പിക്കും. നേർച്ചയാ. കർത്താവിന്റെ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ തനിക്ക് കിട്ടുന്ന ആദ്യ ശമ്പളം സമർപ്പിക്കുമെന്ന് ഇവർ നേർച്ച നേർന്നുകൊണ്ട് എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ നേർന്നിട്ടുണ്ട്, ബ്രദറും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ, ആദ്യ ശമ്പളം പരിശുദ്ധമായ ദേവാലയത്തിലോ ഈ ശുശ്രൂഷയിലേക്ക് ഇവർ സമർപ്പിക്കും. ഇവരുടെ നിയോഗത്തിന്റെ മേൽ നീ കരുണ കാണിക്കണേ. പരിശുദ്ധി അമ്മയെ ഒന്ന് വിശ്വസിച്ച് അമ്മയും പ്രാർത്ഥിച്ചു, ഈ മകളെ അനുഗ്രഹിക്കണമേ എന്ന് പുത്രനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. അവൻ പറയുന്നത് ഇവൾ കേട്ടുകൊണ്ടിരുന്നു. അവൾ അനുഗ്രഹം പ്രാപിച്ചു. അവൾ വിദേശത്തേക്ക് പോയി. അതങ്ങനെ അങ്ങ് പോയി. പിന്നീട് ആ സഹോദരിയുടെ ഇളയ സഹോദരി, അവിടെ ആഗ്രഹം എന്താ? മറ്റൊരു രാജ്യത്തേക്ക് പോകണം. അതിനുവേണ്ടി ആഴ്ചകളോളം മാസങ്ങളോളം തമ്പുരാന്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അവളെയും ദൈവം അനുഗ്രഹിച്ച് അവസാനത്തെ അവസ്ഥയായപ്പം തട്ടിപ്പോയി. ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും
ഈശോ വ്യക്തമായിട്ട് ആത്മാവ് സന്ദേശം തരുന്നുണ്ട്. സഹോദരി ദൈവസന്നിധിയിൽ കളിപ്പിച്ചിട്ട് പോയിരിക്കുക. തന്റെ സഹോദരി വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവസന്നിധിയിൽ വാഗ്ദാനം ചെയ്ത നേർച്ച കാഴ്ചകൾ നിറവേറ്റാതെ അവൾ ആലയം വിട്ട് കടന്നുപോയി. ശമ്പളം കടന്ന് മാസങ്ങളോ വർഷങ്ങളൊക്കെ കടന്നുപോയിട്ടും ഈ ആലയത്തിൽ സമർപ്പിക്കേണ്ട സമ്പത്ത് മറ്റൊരു ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കും. നടക്കൂ കാര്യം? എവിടെ അർപ്പിക്കാന്ന് പറഞ്ഞു തമ്പുരാനോട്? ഈ ആലയത്തിൽ, ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ഈ ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ ഈ സമ്പത്ത് സമർപ്പിക്കാം. ജോലി തടസ്സമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വെളിപ്പെടുത്തൽ അവരോട് പറഞ്ഞ അവർക്കെന്ത് തോന്നുന്നേ? ബ്രദറിന് നടത്തുന്ന ശുശ്രൂഷയായതുകൊണ്ട് ബ്രദറിന്റെ ഈ ശുശ്രൂഷയിലേക്ക് ഇടാത്തത് കൊണ്ടാണെന്ന് ഒരു തോന്നലും. ഞാൻ പറഞ്ഞു ഓർത്ത് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ഞാനോർത്ത് കൊടുക്കുന്നില്ലായിരിക്കുന്ന ഓർത്തെ. ഞാൻ പറഞ്ഞു ഈശോ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു തരിക, നേർച്ചകൾ നിറവേറ്റിട്ടില്ല എന്ന് ഈശോ പറയുക. പരിശുദ്ധ അമ്മ മാതാവിന്റെ നാമത്തിലുള്ള പരിശുദ്ധമായി ദേവാലയത്തിൽ സമർപ്പിക്കാനുള്ള സമ്പത്ത് ഭർത്താവിന്റെ ദേശത്തുള്ള ദേവാലയത്തിൽ സമർപ്പിക്കുക. കാരണം എന്താ പറയുമോ? അവിടെ കൊണ്ട് കൊടുത്താൽ പേരും പ്രശസ്തിയും കിട്ടും. അവിടെ വല്ല ദൈവം മഹത്വപ്പെടുവോ? ആ മനുഷ്യനോട് ഒന്ന് പ്രാർത്ഥിച്ചത്. രണ്ടുപേരും പ്രാർത്ഥിച്ചു. രണ്ടുപേരും വിദേശത്താണ്. ആദ്യം അവളെ കൊണ്ടുപോയി, പുറകെ അവനെയും കൊണ്ടുപോയി. അവർ രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുക. പേരും പ്രശസ്തിയും കിട്ടണമെങ്കിൽ അവിടെ പോണോ? ഇടവക ദേവാലയത്തിൽ കൊണ്ടുവന്ന് 4 പേര് അറിഞ്ഞു കൊടുത്താലേ ഉള്ളു പേരും പ്രശസ്തിയും കിട്ടത്തുള്ളൂ. നേർച്ച കാഴ്ചകൾ ഒരു സ്ഥലത്തും പേരും പ്രശസ്തിയും മറ്റൊരു സ്ഥലത്ത് വന്നപ്പോ ആ കുടുംബത്തിന്റെ മേലെ അനുഗ്രഹം കിട്ടണ്ടേ? അപ്പൊ അമ്മ ഇവളോട് പറഞ്ഞു, മോളെ, ഇവിടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഇവിടെ നേർച്ച കൊടുക്കുന്നുണ്ട്. ആ നേർച്ച ഭക്ഷണത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പം അവള് മറുപടി പറഞ്ഞെന്നറിയുമോ? എന്നെ ഒത്തിരി വിഷമിപ്പിക്കരുത്. തമ്പുരാൻ ഒത്തിരി വിഷമിച്ച ആ സമ്പത്തങ്ങ് കൊടുത്തേ. പാപത്തിന്റെ മ്ലേച്ഛതയിലൂടെ കടന്നു പോകുന്ന ഓരോ ദൈവത്തിലെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം സാത്താന്റെ മുമ്പിൽ മല്ലടിച്ചിട്ട ജോബിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ ഇറങ്ങിച്ചെല്ലും. ദൈവസന്നിധിയിൽ ചെന്ന് കണക്ക് പറയുക. സാത്താൻ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വാഗ്ദാനങ്ങളിൽ നീ വിശ്വസ്തനല്ലേ? അവര് നിങ്ങളുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്ത് അവർ നിറവേറ്റിയോ എന്ന് ദൈവസന്നിധി ചോദിക്കും. മക്കളെ, നേർച്ച നേർന്ന് വെച്ചിട്ട് തിടുക്കമൊന്നും കാണിക്കണേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നേർച്ച കാഴ്ചകൾ നിറവേറ്റാൻ നിങ്ങൾ അത് നേരത്തെ തന്നെ നിറവേറ്റണം. കാര്യങ്ങൾ അനുഗ്രഹം ലഭിച്ചാൽ അത് തിടുക്കത്തിൽ തന്നെ നേർച്ച കാഴ്ചകൾ നിറവേറ്റണം. നേർച്ച നേരാനായിട്ട് നിങ്ങൾ പ്രത്യേക തിടുക്കമൊന്നും കാട്ടണ്ട. കൊടുക്കാൻ പറ്റുമോ എന്നൊരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് വേണം നേർച്ച നേരാനായിട്ട്. നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ തമ്പുരാന്റെ അനുഗ്രഹത്തിന് തടസ്സവും. സാത്താൻ അവിടെ ചെല്ലും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ ഈ അനുഗ്രഹം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാകും. പ്രിയപ്പെട്ടവരെ, തിടുക്കമൊന്നും കാട്ടരുത്. കൊടുക്കാനൊട്ട് താമസവും വരുത്തരുത്. തടസ്സവും ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ച് കെട്ടിയതാ. പലരും ഉപദേശിച്ചപ്പോ അത് അവഗണിച്ച് സ്നേഹിച്ച് വിവാഹം നടക്കും. സ്നേഹിച്ച് കെട്ടി. കാരണം ആധിപത്യം എങ്ങോട്ട് വന്നെന്നറിയുമോ? ഇവക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ മേൽ ആധിപത്യം വരികയാണ്. അവൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീ പറയുന്നിടത്തൊന്നും കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാർഗം വെടിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം കടന്നു പോകുമ്പോൾ അതിന്റെ മേൽ ആധിപത്യം വരും. നിന്റെ അനുഗ്രഹത്തിന്റെ മേൽ ആധിപത്യം വരും. ഈ ആധിപത്യത്തെയും അന്ധകാരത്തെയുമാണ് ദൈവമായ കർത്താവ് ഏറ്റെടുത്തത്. അനുദപിക്കാൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കും. ആ പെൺകുട്ടി അവിടെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടണമെങ്കിൽ അവൾ നേർന്ന നേർച്ച കാഴ്ചകൾ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. എവിടെയെങ്കിലും കൊണ്ടൊന്നും സാധിക്കത്തൊന്നുമില്ല. നീ എവിടെ നേർന്നോ അവിടെ നീ സമർപ്പിക്കാതെ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല.
അതിനാണ് യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചേ. കാരണം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തിയില്ലാത്ത ശിഷ്യന്മാരുടെ അടുത്തുനിന്ന് ഒരു കല്ലേറ് ദൂരെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു ക്രിസ്തുവിന് ശക്തി നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത്. കുടുംബത്തില് പ്രലോഭനങ്ങളുണ്ടാകും, ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പതിയനെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് നമുക്ക് ശക്തി തരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നേർച്ച കാഴ്ചകളൊക്കെ നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മെ പഠിപ്പിക്കുക. കുടുംബത്തോട് ചേർന്നിരിക്കുമ്പോൾ അവൾ നേർന്നു വെച്ചിരിക്കുന്ന നേർച്ച കാഴ്ചകൾ അവർക്ക് നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അവിടെ പ്രലോഭനം ഉണ്ടാവുകയോ അതിനെ അതിജീവിക്കുവാൻ ആ പെൺകുട്ടിക്ക് ശക്തിയില്ല. അതുകൊണ്ട് അവളുടെ നേർച്ച കാഴ്ചകൾ വഴിമുടങ്ങി കിടക്കുകയാണ്. ഇവിടെ ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നത്. ഒരമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ 2 പെൺമക്കളെ അനുഗ്രഹിച്ചു. 3ാമത്തെ പെൺകുട്ടി ഈ കുട്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടി. ഞാൻ പറഞ്ഞു, ചേച്ചി ചെയ്യാതെ പോയ ആ പ്രവൃത്തിക്ക് മാപ്പ് ചോദിച്ച് തമ്പുരാന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേച്ചി ദൈവസന്നദ്ധിയിൽ നിറവേറ്റാതെ പോയ ആ നേർച്ചയ്ക്ക് അവള് മാപ്പ് ചോദിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിനെ ദൈവം അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നേർച്ച കാഴ്ചകളൊക്കെ കൃത്യമായിട്ട് നിറവേറ്റാത്ത ഏതെങ്കിലുമൊക്കെ മക്കള് ഇവിടെ ഉണ്ടെങ്കിൽ തമ്പുരാന്റെ വലിയ കാരുണ്യം അവിടെ എല്ലാം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദേവാലയത്തില് സമർപ്പിക്കാമെന്ന് നേർന്ന് കടന്നുപോയ ഒത്തിരിയേറെ മക്കള് അത് നിറവേറ്റാതെ ഉണ്ടെങ്കിൽ ഈശോയെ ആ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിജീവിക്കുവാനുള്ള ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില കാര്യങ്ങൾ നന്മ ചെയ്യുവാനുള്ള തടസ്സം. ഈ തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ടത്. അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പുത്രനായ യേശു എങ്ങനെ ജീവിച്ചേ? മനുഷ്യനായിട്ട് തന്നെ അവതരിച്ചതോ ഈ ഭൂമിയിൽ ജനിച്ചതോ മനുഷ്യനായിട്ട് തന്നെ. എന്നിട്ട് നമുക്ക് കാണിച്ചു തരികയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അവിടുന്ന് മനുഷ്യൻ നമ്മളിൽ ഒരുവനെ പോലെ ഭൂമിയിൽ ജനിച്ച് അവൻ ആ പാപത്തിലൂടെയൊക്കെ കടന്നുപോയി ആ പാപത്തിന്റെ അവസ്ഥകളിലേക്ക് ചെന്ന് ആ പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് അവൻ അന്ന് നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. പ്രിയപ്പെട്ട നമ്മൾ നിസ്സാരമായിട്ട് ദൈവത്തെ കാണുന്നു. ദൈവം കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തെ നിസ്സാരമായിട്ട് നമ്മൾ കാണിക്കുക. പക്ഷെ പറയുന്നുണ്ട്, പഴയ തോൽക്കുടത്തില് പുതുവീഞ്ഞൊഴിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു വെച്ച് എന്ത് സംഭവിക്കുന്നേ? തോൽക്കുടം പിളർന്നു പോകും, വീഞ്ഞ് ചോർന്നു പോകും. പഴയ വസ്ത്രത്തില് പുതിയ തുണിക്കഷ്ണം തുന്നി ചേർക്കാറില്ല. കാരണം പഴയത് കീറിപ്പോകുമെന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഒരു പഴയ വ്യക്തിജീവിതമുണ്ട്. ആ വ്യക്തിജീവിതത്തെ പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് പാപം നിറഞ്ഞ ജീവിതത്തെ മാറ്റിവെച്ചുകൊണ്ട്, ആ പഴയതിനെ നമ്മളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്നാലേ ദൈവ സാന്നിധ്യത്തെ കൃപയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നിൽ കുറെ തഴക്കദോഷങ്ങളും എന്നിൽ കുറെ പാപാവസ്ഥകളും ഉണ്ടെങ്കിൽ ദൈവിക സാന്നിധ്യം ശക്തി നമ്മളിൽ നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് പുതുവീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. ആ തോൽക്കുടത്തെ ഭേദിച്ച് വീഞ്ഞ് ഒഴുകിപ്പോകും, നഷ്ടപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും എന്നിലേക്ക് ഈ പഴയ പാപം നിറഞ്ഞ മനുഷ്യനിലേക്ക് ദൈവസാന്നിധ്യം കടന്നു വന്നാൽ, ദൈവവചനം കടന്നു വന്നാൽ എന്ത് സംഭവിക്കുന്നത്? പഴയതിനെ ഉപേക്ഷിക്കണം. നമ്മളെന്ത് ചെയ്യുന്നത്? പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുത്ത് പാപത്തിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടത്തില്ലെന്ന് ബോധ്യം കൊടുത്തതിന് ശേഷമാണ് കുംഭസാരം എന്ന കുദാശയിലേക്ക് ദൈവജനത്തെ ധ്യാനത്തിന്റെ സമയത്ത് പറഞ്ഞയക്കുന്നത്. ഇവർ ഈ പാപം ഏറ്റുപറഞ്ഞ് പുതിയൊരു തോൽക്കുടമായിട്ട് ഇവർ രൂപപ്പെടുമ്പോൾ
കർത്താവിന്റെ സാന്നിധ്യം ഈ പുതിയ തോൽക്കുടത്തിലേക്ക് വീഞ്ഞാകുന്ന ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ ഇത് പുതിയതായതുകൊണ്ട് ഇതൊരിക്കലും ഭേദിച്ചു പോകുന്നില്ല, പിളർന്നു പോകുന്നില്ല. ഇതിനുള്ളിൽ വീഞ്ഞ് സംരക്ഷിക്കപ്പെടുകയാ. പാപം നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക ആസക്തികൾക്കും തഴക്കദോഷങ്ങൾക്കും അടിമയായ ഒരു വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്നില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. സ്വരമുയർത്തി. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം ശക്തി തരട്ടെ, ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിൽ അടിമയായ ശരീരത്തിൽ വസിക്കുകയില്ല. പാപം നിലകൊള്ളുന്ന ശരീരത്തില് ജ്ഞാനം നിലനിൽക്കുന്നില്ല, ആത്മാവ് വസിക്കുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനം എവിടെ വസിക്കുന്നേ? പാപമില്ലാത്ത ശരീരത്തിലാണ് ജ്ഞാനം വസിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കപടതയില്ലാത്ത ശരീരത്തിലാണ് ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നതെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം നമ്മെ 1-ാം അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ള ശരീരത്തിലാണ് ജ്ഞാനം നിലനിൽക്കുന്നത്? പാപരഹിതമായ ശരീരത്തിലാണ് ദൈവിക ജ്ഞാനം നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? പാപമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ രൂപപ്പെടണം. അതിന് ആരോട് പ്രാർത്ഥിക്കണ്ടേ? പരിശുദ്ധ റൂഹായോട് പ്രാർത്ഥിക്കുമ്പോ ഈ റൂഹ നമുക്ക് വെളിപ്പെടുത്തുന്ന, മോനെ ഇത് പാപം ചെയ്താൽ ദൈവ സാന്നിധ്യം നിന്റെ ശരീരത്തിൽ വസിക്കുന്നില്ല. വചനോട് വീണ്ടും പറയുന്നു, വിശുദ്ധവും സുശക്തവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലുന്നു. സുശക്തമായ ആത്മാവ്, ശക്തി നിറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് എവിടെയാ വസിക്കുന്നത്? വിശുദ്ധമായ ശരീരത്തിലാണെന്ന് പറയും. സുശക്തമായ ദൈവ സാന്നിധ്യം എവിടെ വസിക്കുന്നത്? കപടതയില്ലാത്ത ശരീരത്തിൽ, മ്ലേച്ഛതയില്ലാത്ത മനസ്സിലാണ് ഈ ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടും. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ. കപടതയുടെ ആത്മാവായ അശുദ്ധാത്മാവ് ശരീരത്തിൽ നിന്ന് പടിയിറങ്ങി വിശുദ്ധവും സുശക്തവുമായ ദൈവാത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലുന്ന ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഓരോ ശരീരങ്ങളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ദൈവശക്തി നിറഞ്ഞ ഒരാത്മാവ് എന്തിൽ നിന്ന് അകന്നു പോകും? പാപത്തിൽ നിന്ന്, കപടതയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന് ഓടി അകലും. കപടത നിറഞ്ഞൊരു പ്രവൃത്തി ദൈവാത്മാവ് വസിക്കുന്ന ഒരു ശരീരത്തിൽ അതൊരിക്കലും കപടം നിറഞ്ഞ ഒരു പ്രവൃത്തിയിലേക്ക് ആ ശരീരത്തെ കൊണ്ടുപോവുകയോ ഒരിക്കലും ഇല്ല. ദൈവശക്തി വെളിപ്പെട്ട ശരീരം ഒരിക്കലും പാപാവസ്ഥയിലേക്ക് കടന്നു പോകത്തില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? പാപത്തെ അതിജീവിക്കുന്ന ദൈവശക്തി. യേശുക്രിസ്തു എങ്ങനെ അത് ആർജിച്ചെടുത്തേ? ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറിയിരുന്ന് ദൈവത്തിന്റെ വചനത്തോട് ചേരുകയാ. പിതാവേ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രലോഭകൻ യേശുവിൽ നിന്ന് അകലുകയും സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഏത് ആത്മാവ് വസിക്കണം? ദൈവാത്മാവ് വസിക്കണം. അശുദ്ധാത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇവിടെ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗപീഠകൾ വെളിപ്പെടും. ഇതിവർക്ക് അശുദ്ധി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. വെറുപ്പും വൈരാഗ്യം, വിദ്വേഷം, കപടതയും ഒക്കെ ഇവരുടെ ശരീരത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില രോഗാരൂപികള് ശരീരത്തിൽ വെളിപ്പെടും. ആ വെളിപ്പെട്ടതിന് ശേഷം ഈ അരൂപി ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോവുകയും ഈ വ്യക്തി ദൈവാത്മാവിനാൽ പൂരിതമാകുകയും ചെയ്യും. ആ രോഗം, ആ പാപമാണ് അവിടെ വസിച്ചുകൊണ്ട് തിന്മയെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ പാപം രോഗമായിട്ട് അത് വെളിപ്പെട്ട് അത് ശരീരത്തിൽ നിന്ന് പൊടുന്നനെ ഇറങ്ങിപ്പോകുമ്പോ ഈ വ്യക്തി രക്ഷ പ്രാപിക്കുക. ചില ഭയം,
ഈ ഭയം അങ്ങോട്ട് കൂടിക്കൂടി പിന്നീട് അത് എന്തായിട്ട് മാറുകയോ ആസ്മയായിട്ടോ എന്തെങ്കിലുമൊക്കെ രോഗമായിട്ട് ശരീരത്തിൽ വെളിപ്പെടും. ഇവിടെ ദൈവശക്തി ശരീരത്തിൽ വചനം കേട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവശക്തി വെളിപ്പെടുമ്പോ ഈ രോഗാരൂപി, ഈ പാപാവസ്ഥ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഈ വ്യക്തി പൂർണ്ണനാക്കപ്പെടുകയോ ജ്ഞാനത്താല് നിറയപ്പെടുകയോ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ശരീരത്തിലോ ഈ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ദൈവികമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തിക്ക് നമുക്ക് പ്രേരണ തരുന്ന എന്തെങ്കിലുമൊക്കെ അരൂപികള്, അശുദ്ധാരൂപികള്, രോഗാരൂപികള് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവയെല്ലാം പൊടുന്നനവേ ദൈവശക്തിയാല് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കള് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനം കരുണയാണ്, എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല. മനുഷ്യന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. നമ്മളെ മുഴുവൻ പരിശോധിച്ച് അറിയുന്ന സത്യദൈവമാണ് നമുക്കുള്ളതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. നാവിൽ നിന്ന് വരുന്ന ആരാ ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ മനസ്സിലിരിക്കുന്നത് പോലെ ഹൃദയത്തെ പരിശോധിച്ച് നാവിലൂടെ കടന്നു വരുന്ന ഓരോ വാക്കുകളെയും ശ്രദ്ധാപൂർവം കേട്ട് അതിന് പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയത്തില്ല, നമ്മുടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല. എന്നാ പറഞ്ഞാൽ എന്നാ കുഴപ്പം? രഹസ്യമായും പരസ്യമായും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ദൈവം കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ചെയ്തു തരുന്ന ദൈവമാണ്. ശിക്ഷാവിധിയിലൂടെ കടന്നുപോയാലും രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ അവസ്ഥയിലേക്ക് കടന്ന് കർത്താവ് കൈവിടുമ്പോൾ അങ്ങോട്ട് പോവും. സഹനത്തിന്റെ അഗ്നിയിലൂടെ കടന്നുപോയി ശോധന ചെയ്യപ്പെടുക. പത്രോസ് ഈശോയെ കണ്ടപ്പോൾ ഈശോയുടെ മുഖത്തോട് വചനം കേട്ട് ഈ വചനത്തെ വിശ്വസിച്ച് അങ്ങോട്ട് നടന്നുപോയപ്പോൾ കടലിന്റെ മീതെ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടന്നുപോയ പത്രോസ് ഇരമ്പി വരുന്ന ജീവിത പ്രശ്നങ്ങൾ തിരമാലകളിലേക്ക് നോക്കിയപ്പോ മൂടിപ്പോകുമെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചപ്പോ എന്താ സംഭവിച്ചേ? കടലിലേക്ക് താഴ്ന്നു പോകുകയാണ്. പാപത്തിന്റെ അവസ്ഥകളിലേക്ക് നാം കടന്നു പോകുമ്പോ, പാപത്തിന്റെ മ്ലേച്ഛതകളിലേക്ക് കടന്നു പോകുമ്പോ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന്, ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് നാം എങ്ങോട്ട് പോകുക? കടലിലേക്ക് ആഴ്ത്തപ്പെടുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ നിന്ന് പിടിവിട്ടു പോകുക. എന്നിട്ട് പിന്നെ നിലവിളി, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നിലവിളിക്കുക. പക്ഷേ കർത്താവ് എവിടെയാണെന്നറിഞ്ഞാലേ ഉള്ളൂ കർത്താവിനെ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നീ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു? ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ, ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ വിളി കേൾക്കുന്ന എവിടുന്ന? പുറയുന്ന വിളി കേൾക്കുന്നത്. വിളിക്കുന്ന എവിടുന്ന? തട്ടി വിളിക്കുന്നതും പുറയുന്ന. യേശു വിളിക്കും പുറകെ, മോനെ ഇങ്ങോട്ട് നോക്കിയേ. ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് തമ്പുരാന്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ കടന്നുപോയാൽ നിനക്കുണ്ടാകുന്ന നിത്യനാശമോ വലിയൊരു ആഴത്തിലേക്ക് നിബന്ധിക്കപ്പെടുക. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവരെന്താ? ഫറവോയുടെ അടിമത്തത്തിലായി. പിന്നെ അവിടെ വലിയ കണ്ണുനീരും നിരാശയും ആകുലതയും നിലവിളിയും ഒക്കെ. അവസാനം ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ദൈവം ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് മോശ നീ പോയി അവരെ സംരക്ഷിക്കാൻ പറയുക. നീ പോയി അവരെ സംരക്ഷിക്കുക. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് തമ്പുരാൻ നമ്മളെ പുറത്തു കൊണ്ടുവന്ന ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന രക്ഷിക്കാനായിട്ട്. ആ തിരിച്ചറിവ്. പാപം ഉണ്ടെങ്കിൽ, പാപം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവ ചൈതന്യം നമ്മളിൽ നിലനിൽക്കത്തില്ല. പാപത്തെ ഉപേക്ഷിക്കുവാൻ തമ്പുരാൻ തന്റെ ജനത്തോട് തിരുവചനങ്ങളിലൂടെ അരുളി ചെയ്യുക. നിങ്ങൾ മക്കളെ, ശരീരത്തില് പാപം ഉണ്ടെങ്കിൽ ഒരിക്കലും ജ്ഞാനത്തിന് നിന്റെ ശരീരത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആണ് നമ്മൾ ഈ കാരുണ്യത്തിന്റെ വർഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള വലിയ കൃപ. ഇവിടെ മനുഷ്യർക്ക് പാപം അറിയത്തില്ല. ഇന്നത്തെ പ്രശ്നം അതാ. തെറ്റ് ചെയ്താല് തെറ്റെന്താണെന്ന്, ദൈവവചനത്തിന്റെ ലംഘനം ചെയ്തിട്ട് അത് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പോലും അതല്ലെന്ന് വരുത്തുന്ന ഒരു ഹൃദയമാണ് ഇന്ന് ദൈവമക്കൾക്കുള്ളത്.
തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തെറ്റിൽ നിന്ന് പുറംതിരിഞ്ഞ് നന്മയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമാണ് ഓരോ ദൈവവൈതലിനും വെളിപ്പെടേണ്ടത്. പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, മകനേ, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവത്തില്ല. നീ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിയുമ്പോ കോഴി കൂവും. ഓർമ്മപ്പെടുത്തുകയാ, പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കോഴി കൂവുന്നുണ്ട്. പത്രോസിന് തിരിച്ചറിവുണ്ടായത്. പത്രോസ് പുറത്തുപോയി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട, വചനം ലംഘിക്കപ്പെട്ടു എന്നുള്ള, തിരുവചനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയെന്നുള്ള ബോധ്യമാണ് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. ആ ഒരു ബോധ്യം, പത്രോസിനുണ്ടായ ആ ഒരു വലിയ ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ദൈവസ്വരത്തിൽ നിന്ന്, ദൈവപ്രമാണത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് നാം അകന്നുപോയി ദൈവത്തിൽ നിന്ന് അകന്ന ദൈവത്തോട് നാം മറുതലിച്ചു എന്നുള്ള ആ വലിയ ബോധ്യം തിരിച്ചറിയുമ്പോഴാണ്, ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ദൈവകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, 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 അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവര് ഈശോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തേ? ഈശോ എഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബലഹീനമായ ശരീരം, പാപത്തിന്റെ അവസ്ഥ ഹൃദയതലങ്ങളിലുണ്ട്. അതുകൊണ്ട് അവരുടെ ശരീരത്തിന് ശക്തിയില്ല. അതുകൊണ്ട് അവര് ബലഹീനമായ ശരീരമുണ്ട്. ശരീരത്തിൽ നിലനിന്നുകൊണ്ട് അവർക്ക് എന്താ സംഭവിച്ചു? ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഈശോ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ എന്നെ ഇങ്ങനെ കാണിക്കുന്നത്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. പ്രാർത്ഥിക്കാത്തത് കൊണ്ട് പല പരീക്ഷണങ്ങളിലും അകപ്പെട്ടവര് വഴിതെറ്റി പല വഴിയിലൂടെ ചിതറിക്കപ്പെടുകയാണ്. ഇടയൻ അടിമേടിക്കും, ആടുകൾ ചിതറിക്കപ്പെടുന്നൊക്കെ ഈശോ പറഞ്ഞു. ഇടയനിട്ട് അടിക്കും, ആടെല്ലാം ചിതറിപ്പോ. എല്ലാ മുന്നറിയിപ്പുകളും കൊടുത്തിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്ന് 12 പേരിൽ ഒരുവനായ യൂദാസ് അവരുടെ മുമ്പിൽ വന്ന് യേശുവിനെ ചുംബിക്കുവാൻ അവൻ യേശുവിനെ വന്ന് ചുംബിച്ചു. സ്നേഹചുംബനത്താലാണ് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത. ഈ വിവരങ്ങളെല്ലാം യേശു പഠിപ്പിച്ചതാ. കൃപ നിറഞ്ഞാൽ, അഭിഷേകം നിറഞ്ഞാൽ ദൈവം ചെയ്ത പ്രവൃത്തികളെല്ലാം ഭൂമിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ചെയ്തതിനേക്കാൾ ഉപരിയായ കാര്യങ്ങള് പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ നിങ്ങളിൽ പ്രവർത്തിക്കുമെന്നുള്ള ആ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഈശോ പിതാവിന്റെ അനുഗ്രഹത്തെ ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഇവർക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. കാരണം അപ്പുറത്ത് ലോകം നിൽക്കുമ്പോൾ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരിക്കലും ദൈവിക കാഴ്ചപ്പാട് മനസ്സിലാക്കുവാനോ അത് അനുഭവിക്കുവാനോ ദൈവത്തിന്റെ മക്കൾക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഒറ്റിക്കൊടുത്തു, ഈശോ ഒറ്റിക്കൊടുത്തു. അതിനുശേഷം ഉണ്ടായൊരു സംഭവം. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാർക്കെതിരെ എന്നതുപോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നറിയുമോ? നിങ്ങളുടെ സമയം. പാപം ചെയ്യുന്ന സമയം ആരുടെ സമയം? നിങ്ങളുടെ സമയം. ദൈവത്തിന്റെ സമയമാണോ? ഒരിക്കലല്ല. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, നീ പാപം ചെയ്യുമ്പോ, നീ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയായിരിക്കും, ക്രിസ്തുവിനെതിരായും ദൈവരാജ്യത്തിനെതിരായും നീ പ്രവർത്തിക്കുമ്പോ അത് നിന്റെ സമയമാ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നേ? അന്ധകാരം ശക്തികൾ നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയമാണെന്ന് ഈശോ മുന്നറിയിപ്പ് കൊടുക്കുക. ദൈവത്തിനും ദൈവരാജ്യത്തിനും എതിരായിട്ട് ഞാനോ നിങ്ങളോ
പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ സമയമാണെന്നും അന്ധകാര അന്ധകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന മണിക്കൂറുകളാണെന്നും ഈശോ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സഭയ്ക്കെതിരായി, ദൈവിക ശുശ്രൂഷയ്ക്കെതിരായി, ഞാനോ നിങ്ങളെ പുരോഹിതനെതിരായി, ദേവാലയത്തിനെതിരായി ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഏത് സമയം നിങ്ങളുടെ മണിക്കൂറുകളാ. നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ മണിക്കൂറുകളാ. ആ മണിക്കൂറുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങള് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് ഈ ക്രിസ്തു അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാൽവരിയിൽ അവിടുന്ന് ബലിയായി തീർന്നുകൊണ്ട് ഈ പാപം ചെയ്ത ദൈവജനത്തെ മുഴുവനും യേശു ക്രിസ്തു വീണ്ടെടുത്തുകൊണ്ട് നിത്യരക്ഷ എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അവിടുന്ന് നേടിക്കൊടുത്തു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അപ്പം ജ്ഞാനം കപട ഹൃദയത്തിൽ വസിക്കുന്നില്ല. തമ്പുരാന്റെ മുന്നറിയിപ്പ. പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവവചനത്തിന് ഇപ്പൊ സമയമായിട്ടില്ല. പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാനോ ധ്യാനം കൂടാനോ ഒന്നും സമയമായിട്ടില്ല എന്ന് പറയുന്ന മണിക്കൂറുകള് ദൈവത്തെയോ ദൈവരാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മണിക്കൂറുകൾ. ആരുടെ മണിക്കൂറാ? ആ നിങ്ങളുടെ മണിക്കൂറാ. ആ മണിക്കൂർ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ധകാരത്തിന്റെ ആധിപത്യത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും. പിന്നെ നിലവിളിയും കണ്ണുനീരും ഒക്കെ. ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ ജോലി ചെയ്ത സമ്പത്ത് അവർ നിലനിൽക്കത്തില്ല. പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കാണിച്ചെന്നൊരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ്, ദൈവരാജ്യത്തിനെതിരായിട്ട് ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി. ഒരച്ഛന് ഒരേക്കർ സ്ഥലത്തോളം വല്യപ്പന് എഴുതി വെച്ചതാ. അത് ഇവരുടെ അപ്പന് രഹസ്യമായിട്ട് അച്ഛൻ അറിയാതെ അത് എഴുതി ഇവരുടെ പേരിലേക്ക് മാറ്റി. ഈ അച്ഛൻ അവസാന മണിക്കൂറിൽ ഇത് അറിയുന്നുണ്ട്. അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ അധ്വാനിക്കുന്ന അധ്വാന ഫലം ഇവരിൽ നിലനിൽക്കുന്നില്ല. അത് ആ മനുഷ്യന്റെ മണിക്കൂറായിരുന്നു. ആ പ്രവൃത്തിയിലൂടെ എന്താ കയറിയേ? അന്ധകാരം കയറി പിടിച്ചു. മക്കളുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെയെല്ലാം അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാവുകയാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സമ്പത്തും എങ്ങനെ നഷ്ടമാകുമെന്ന്, ഇവരുടെ ജീവിതത്തിൽ രോഗങ്ങളും പീഡകളും തകർച്ചകളും ഒക്കെ ജീവിതത്തിൽ പൊടുന്നതിനെ പ്രത്യക്ഷമാവുകയും ഇവർക്ക് ലഭിക്കാനിരിക്കുന്ന സമ്പത്ത് ഇവർക്ക് നഷ്ടമാവുകയും ചെയ്തു. കിട്ടാനുള്ള സമ്പത്ത് അല്ലെങ്കിൽ ലഭിക്കുന്ന സമ്പത്ത് ഇവർ നിലനിൽക്കുന്നില്ല. കാരണം അത് ആ മനുഷ്യന്റെ മണിക്കൂറായിരുന്നു. ആ മണിക്കൂറിലൂടെ എന്താ വന്നേ? ദൈവത്തിന്റെ രാജ്യം നഷ്ടപ്പെടുകയും ആ പ്രവൃത്തിയിലൂടെ അന്ധകാര ശക്തികൾ കടന്നു വരികയും ചെയ്തു. ഇവിടെ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ കടന്നു വരുമ്പോ ചെയ്തു കൂട്ടുമ്പോ അന്ധകാര ശക്തികൾ കടന്നു വരുമെന്ന് ഈശോ പറഞ്ഞേ. സേനാധിപന്മാരോടും പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയത്തിലായിരുന്ന ശുശ്രൂഷ സഹായിച്ചുകൊണ്ടിരുന്നവരോടൊക്കെ അവരൊക്കെ വന്നു ഈശോയെ പിടിക്കാൻ വേണ്ടി. അവർക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ആ പ്രവൃത്തി എന്താണെന്ന് ഈശോ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? ദൈവരാജ്യത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി. ഞാൻ വന്നിരിക്കുന്നത് രക്ഷിക്കാനാ. ഞാൻ പാപത്തിന്റെ അടിമത്തുനിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോ മുന്നറിയിപ്പുകളെല്ലാം കൊടുത്തു. ആ മുന്നറിയിപ്പുകളൊക്കെ അതിലംഘിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ലംഘിക്കുമ്പോൾ 6 മണിക്കൂറാ നിങ്ങളുടെ മണിക്കൂറുകളാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ പ്രവൃത്തിയാ. നിങ്ങളുടെ മണിക്കൂറുകൾ ആ മണിക്കൂറുകളോ. ദൈവത്തിന്റെ മണിക്കൂറോ നിമിഷമല്ല. ദൈവത്തിന്റെ മണിക്കൂർ എപ്പോഴാ? 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ദൈവത്തിന്റെ മണിക്കൂർ. മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന അന്ധകാരത്തിന്റെ മണിക്കൂറുകളെ ഈശോ ഏറ്റെടുത്തു. കാരണം 3 ജഡിക പ്രവണതയിലൂടെയാണ് പാപം കടന്നു വരുന്നത്. മനുഷ്യന്റെ ജഡത്തിന്റെ മോഹങ്ങള് പാപം ചെയ്യാൻ കാരണമാകുന്നെന്താ? അന്ധകാരത്തിന്റെ മണിക്കൂറുകളിലേക്ക് നാം കടന്നു പോകുന്നപ്പോഴാ ജഡത്തിന്റെ പ്രേരണയിലേക്ക് ജഡത്തെ വിട്ടുകൊടുക്കുമ്പോഴാ
കണ്ണിന്റെ ആഗ്രഹങ്ങളിലേക്ക് കണ്ണിനെ വിട്ടുകൊടുക്കുമ്പോൾ, ജീവിതത്തിന്റെ അഹന്തയിലേക്ക് കടന്നു പോകുമ്പോൾ, ആ മണിക്കൂറുകൾ നിങ്ങളുടെ മണിക്കൂറുകളാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മണിക്കൂറുകളിലൂടെ അന്ധകാരം കടന്നു വരുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും, അന്ധകാരം കടന്നു വരുമ്പോൾ പിന്നീട് പ്രകാശം കാണാൻ പറ്റാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ മക്കൾ നിലവിളിക്കുന്ന ഈശോയെ, അച്ഛാ, ബ്രദറെ എന്നൊക്കെ വിളിച്ച് ഓടി വരുന്ന ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് കിട്ടണം. നാളെ ജപ്തിയാ, മറ്റന്നാള് എല്ലാം നഷ്ടപ്പെടും. കാരണം നാം ചെയ്തു കൂട്ടിയ പ്രവൃത്തിയിലൂടെ കടന്നുപോയി വന്ന അന്ധകാരമാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു എന്നുള്ള ഒരു പ്രേരണയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുമ്പോൾ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി മലയുടെ നെറുകയിൽ ഈ അന്ധകാരത്തെ അവൻ ഏറ്റെടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഇരുട്ടുണ്ടായി എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചു. ഈശോ ഏറ്റെടുക്കുക മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികൾ, അവന്റെ മണിക്കൂറുകളെ ഈശോ ഏറ്റെടുത്ത്. അവന്റെ മണിക്കൂറുകൾ 3 മണിക്കൂറാ. ഒന്ന് ജഡീക പാപത്തിന്റെ മണിക്കൂർ, ഒന്ന് കണ്ണിന്റെ ആഗ്രഹത്തിന്റെ മണിക്കൂറുകൾ, 3 ജീവിതത്തിന്റെ അഹന്തയിലൂടെ കടന്നു പോകുന്ന മണിക്കൂറുകൾ. ഈ 3 മണിക്കൂറിനെ ഈശോ ഏറ്റെടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെട്ടു ദൈവജനത്തിന്. സമറിയാക്കാരി സ്ത്രീ, ദൈവത്തിന്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒരു ജീവിതം നയിക്കത്തില്ലായിരുന്നു യേശു പറയുകയാണ്. കാരണം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. ഇപ്പോൾ നീ പാപത്തിലേക്ക് കടന്നുപോയി, നീ പാപത്തിന്റെ മനസ്സിലേക്ക് കടന്നുപോയപ്പോ ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ ആ പാപാവസ്ഥയിലേക്ക് കടന്നു പോകത്തില്ലായിരുന്നു എന്ന് ഈശോ മുന്നറിയിപ്പ് കൊടുക്കുകയാ. മക്കളെ, ദൈവത്തിന്റെ അനുഗ്രഹം എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവത്തിലും പാപ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ദാനം എന്തെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിത് ചെയ്യുകയില്ലായിരുന്നു ഈശോ നമ്മോട് പറയുകയാണ്. പാപത്തിന്റെ അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടമാവുക. ഒരു പൈപ്പിലൂടെ വെള്ളം ലഭിക്കുന്നത്, അത് മോട്ടർ അവിടുന്ന് എടുത്തു മാറ്റിയാൽ എന്താ സംഭവിക്കുന്നത്? നഷ്ടവും. പൈപ്പ് വലിച്ചുകൊണ്ട് പോവുക. മോട്ടറുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ചുകൊണ്ട് പൈപ്പ് വലിച്ചു മാറ്റപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട എന്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുമ്പോൾ ഈ പൈപ്പിലൂടെ നമുക്ക് ജലം ലഭിക്കുന്നില്ല. അപ്പൊ കണക്ഷൻ വിട്ടുപോകുക. അല്ലെങ്കിൽ ഒരു ചെടി, അതിന്റെ ചോട്ടിലേക്ക് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ ആ ചെടി അവിടുന്ന് മറിച്ച് മാറ്റിവെക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനാവശ്യമായ ജലം അവിടെ ലഭിക്കുന്നില്ല. ഒരു പാറപ്പുറത്ത് കൊണ്ടുവെക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ മണ്ണിന് ആളില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലോ അവിടെ വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോവുക. ഈശോ തിരുവചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ്. പാപം ചെയ്യുന്നൊരു വ്യക്തി, ആ പാപം അവനെ ഉണക്കിക്കളയും. ചെയ്തു കൂട്ടുന്ന അകൃത്യങ്ങള് അവനെ അതിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചത് എന്തിനുവേണ്ടി? ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ശക്തി. പിതാവേ, നിന്റെ ഹിതം നിറവേറ്റണം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ പ്രാർത്ഥന ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ച് പ്രലോഭനം ഉണ്ടാവും. മക്കളെ, കൃപ നിന്നിലേക്ക് കടന്നു വരുമ്പോ സഹനത്തിന്റെ അപ്പുറത്ത് വലിയ അനുഗ്രഹമുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം എന്ത് കിട്ടുന്നേ? വലിയ അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ മണിക്കൂറുകള്. ആ അഭിഷേകത്തിന്റെ മണിക്കൂറുകള് പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന പുത്രനായ യേശുക്രിസ്തു സകലതിന്റെ മേൽ ആധിപത്യം കടന്നു വരിക. ഭൂമിയിലെ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമക്കളിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി സകല ആധിപത്യങ്ങളെയും അന്ധകാര ശക്തികളെയും കീഴ്പ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തിന്റെ കാരുണ്യത്തിന്റെ മണിക്കൂറുകൾ വെളിപ്പെടുന്നതിന് തൊട്ടുമുമ്പ് പുത്രനായ യേശുക്രിസ്തുവിനെ പ്രലോഭകൻ പ്രലോഭിപ്പിച്ചെങ്കിലോ അതിനെ അതിജീവിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശക്തി കിട്ടുകയും പുത്രനായ യേശുക്രിസ്തു എങ്ങോട്ടിറങ്ങി ചെല്ലുകയാ? പിടിക്കപ്പെടുവാൻ വേണ്ടി സ്വയം സന്നദ്ധനായിക്കൊണ്ട് പടയാളികളുടെ ഇടയിലേക്ക്, ഒറ്റുകാരന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ ഹിതം തന്റെ ശരീരത്തിൽ നിറവേറ്റിക്കൊണ്ട് അവിടുന്ന് നിത്യരക്ഷ കാൽവരിയിൽ നേടിത്തന്നുകൊണ്ട് അവിടുന്ന് അനന്തമായ കാരുണ്യം ഇന്ന് ദൈവമക്കളുടെ ശരീരത്തില്, ആത്മാവില്, ജീവനില്, പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുകയാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ മക്കളെ, പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ചോദിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വെളിപ്പെടട്ടെ. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. പൈശാചിക വീടുകള്, രോഗവീടുകള്, തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് എല്ലാം നീങ്ങിപ്പോട്ടെ. ജീവിതത്തിന്റെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ, ജീവിതത്തിന്റെ എല്ലാ തിന്മയും ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ജീവിതത്തിന്റെ എല്ലാ അശുദ്ധ പ്രവൃത്തികളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. അന്ധകാരത്തിന്റെ പ്രവൃത്തികള്, തഴക്ക ദോഷങ്ങള് ഈശോയെ ഏറ്റെടുക്കണേ എന്ന് ഞാനും നിങ്ങളും തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ശരീരത്തിന്റെ മേലുള്ള സകല ആധിപത്യങ്ങളെയും അന്ധകാര ശക്തികളെയും തലമുറയായിട്ടുള്ള അശുദ്ധിയെയും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായ രക്ഷ ഞങ്ങളുടെ ശരീരത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഈശോ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. സ്വരമുയർത്തി വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം. പ്രിയപ്പെട്ട സങ്കീർത്തന പുസ്തകം 119 സങ്കീർത്തനത്തില് 1 മുതൽ തിരുവചനം നിങ്ങൾ വായിക്കുന്നത് ഒത്തിരി നല്ലതാ. അവിടെ ഇപ്രകാരം പറയുന്നു: അപങ്കലമായ മാർഗത്തിൽ ചരിക്കുന്നവൻ, കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവൻ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവൻ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിക്കുന്ന എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. അങ്ങയുടെ കൽപ്പനകളിലാണ് എന്റെ ദൃഷ്ടിയെങ്കിൽ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ലജ്ജിക്കേണ്ട ഗതികേട് വരത്തില്ല എന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവിന്റെ കൽപ്പനകളിൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം ആ കൽപ്പനകളെ ശ്രദ്ധിച്ച് അത് പാലിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എന്തുണ്ടാകത്തില്ല? തകർച്ചകളോ നാശങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനഭാഗം നിങ്ങൾ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്ന ഒത്തിരി നല്ലതാ. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുത്. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിട്ടുനടക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചന ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധി എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടർന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് 119 സങ്കീർത്തനത്തിന്റെ ആരോ വചനങ്ങളും ഈ സമൂഹത്തിൽ എന്നിലും നിങ്ങളിലും അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കൂ 24 മണിക്കൂർ ദൈവസന്നിധിയിലായിരിക്കുവാൻ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ആയിരിക്കും 24 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ. സഭ ഓരോ ഇടവകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലേഖനങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ഇടവകളിലും 24 മണിക്കൂർ ഓരോ ഇടവക ജനവും കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളും മാറി മാറിയാണെങ്കിലും കഴിയുന്ന 24 മണിക്കൂർ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ വലിയ ദൈവാനുഗ്രഹം. ലോകം മുഴുവനിലുള്ള എല്ലാ പാപികളുടെ മേലും ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം യുദ്ധം ചെയ്യുകയും ഭീകര പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയും കരുണയില്ലാത്ത മറ്റുള്ളവരോട്, കരുണയില്ലാത്ത ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ അദ്ദേഹത്തിന് ജനത്തോട് ആഹ്വാനം ചെയ്യുവാനുള്ള ആ വലിയ പ്രേരണ ലഭിച്ചു. ലോകം മുഴുവൻ എല്ലാ മക്കളും 24 മണിക്കൂർ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വരുന്ന വെള്ളിയാഴ്ച 6 മണി മുതൽ ശനിയാഴ്ച 6 മണി വരെയുള്ള മണിക്കൂറിൽ ഈ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. ഓരോ ഇടവകളിലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളില് നിങ്ങൾ ശ്രദ്ധാപൂർവം തീഷ്ണതയോടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ മേൽ വരാൻ പോകുന്ന അനർത്ഥങ്ങളെ പിൻവലിക്കപ്പെടാനും ദൈവത്തിന്റെ കാരുണ്യം എല്ലാ മക്കളിലും വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഉപവാസവും നിനവെ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ നിനവെ നിവാസികളോട് ചെന്ന് പറയുന്നുണ്ട്, യോനാ പ്രവാചകൻ, അവിടെ കേട്ട് ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചപ്പോൾ നിനവേക്ക് വരാനിരുന്ന സകല അനർത്ഥങ്ങളും ദൈവം പിൻവലിച്ചുകൊണ്ട് നിനവേ നിവാസികളെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് ലോകം മുഴുവനോട് പരിശുദ്ധ പിതാവിലൂടെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്, 24 മണിക്കൂർ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കാരുണ്യത്തിനായിട്ട് ദൈവജനം മുഴുവനും ലോകം മുഴുവനും പ്രാർത്ഥിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് സഭാപിതാക്കന്മാരോട്, കർദിനാൾമാരോട്, എല്ലാ വൈദികരോടും ചേർന്ന് ആ മഹത്വമേറിയ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വലിയ കാരുണ്യം അനുഭവിക്കുവാൻ ദൈവജനത്തിന്റെ മേൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യ ആരാധന പൂർണ്ണമായും ആ നിയോഗത്തിന് വേണ്ടി, പരിശുദ്ധ പിതാവിന്റെ ആ വലിയ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ലോകം മുഴുവന് വേണ്ടി വിളിക്കാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി വിളിക്കാമോ? എല്ലാ പാപികൾക്കും വേണ്ടി വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കാഴ്ച